സ്കൂളിൻ്റെ തന്നെ ഏറ്റവും പഴക്കമേറിയ കെട്ടിടമാണ്. തട്ടുതട്ടായി തിരിക്കപ്പെട്ടിട്ടുള്ള ഈ പ്രദേശത്ത് ഓരോ തട്ടിലും ഓരോ കാലയളവിൽ പണിത കെട്ടിടങ്ങളാണ്. അതിൽ തന്നെ ഏറ്റവും ഉയർന്ന ഭാഗത്തുള്ള കെട്ടിടത്തിൻ്റെ കിഴക്കേ ഭാഗമാണ് കഴിഞ്ഞ രാത്രി തകർന്നത്. മൺകട്ട കൊണ്ടുള്ള ചുമര്, കുമ്മായം കൂടി ചേർത്തിട്ടുള്ള നിർമ്മാണം, ഓടുമേഞ്ഞ മേൽക്കൂരയും ഭിത്തിയുടെ ഒരു ഭാഗവുമാണ് പൊളിഞ്ഞു വീണത്. അവശേഷിക്കുന്ന ഭാഗങ്ങൾ ഏതു സമയത്തും നിലത്തു വീഴാവുന്ന സ്ഥിതിയിലാണ്. 80 വർഷത്തോളം പഴക്കമുള്ളതാണ് കെട്ടിടം. കടമനട്ട സ്കൂളിലെ ഏറ്റവും ആദ്യത്തെ ഹൈസ്കൂൾ ആയതിനു ശേഷം പണിത് ആദ്യത്തെ കെട്ടിടമാണിത്. 100 വർഷം പഴക്കമുണ്ട് വിദ്യാലയത്തിന്. ഹൈസ്കൂൾ ആയത് ഏതാണ്ട് 1930കളിലാണ്. അപ്പോൾ ഇത് 97 ഹയർ സെക്കൻഡറി വന്ന സമയം മുതൽ ഹയർ സെക്കൻഡറി ആയിരുന്നു ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. കെട്ടിടം പൊളിച്ചുമാറ്റി മൈതാനം നിർമ്മിക്കാൻ പദ്ധതിയുണ്ട്. എന്നാൽ പൈതൃക പെരുമ നിലനിർത്താൻ കെട്ടിടം ഇതേപടി നിലനിർത്തണമെന്ന നിലപാടുള്ളവരും ഉണ്ടായിരുന്നു. ഏറ്റവും വലിയ അപകടമെന്ന് പറയുന്നത് ഇത് വൈകുന്നേരങ്ങളിൽ പുറത്തുനിന്നുള്ള കുട്ടികൾ, ഇവിടെ സ്റ്റേഡിയം ഇല്ലാത്തതുകൊണ്ട് പുറത്തുനിന്നുള്ള കുട്ടികൾ ഇവിടെ വന്ന് ക്രിക്കറ്റ് കളിക്കാനും മറ്റും ഇതിൻ്റെ ബാക്ക് സൈഡിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ മഴയൊക്കെ പെയ്യുമ്പോൾ ഇവർ സൈഡിലൊക്കെ കയറി നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ പകൽ സമയത്തായിരുന്നെങ്കിൽ വലിയൊരു അപകടം, ഈ നാട്ടിലെ വലിയൊരു അപകടമായി ഇത് മാറിയേനെ. വിശ്രമവേളകളിൽ കുട്ടികളിൽ ചിലരെല്ലാം എത്തുന്ന ഇടം കൂടിയായിരുന്നു. അവധി ദിനങ്ങളിൽ ഇതിനോട് ചേർന്ന ഭാഗത്ത് ക്രിക്കറ്റ് കളിയും ഉണ്ടാകാറുണ്ട്. ഇത് ഒന്നാമതെ പഴയ കെട്ടിടമായിരുന്നു, എന്തായാലും ഇടിഞ്ഞു വീഴുമെന്ന് അറിയാമായിരുന്നു. അവധി ദിവസങ്ങളിലെ കളിക്കാനൊക്കെ വരുന്നത്. കൊച്ചു പിള്ളേരൊക്കെ എപ്പോഴും അവിടെ PT ഒക്കെ കിട്ടുമ്പോൾ എല്ലാം അതുവഴിയാണ് എല്ലാവരും നടക്കുന്നു. കുറേ പെൺപിള്ളേരൊക്കെ അതുവഴിയാണ് പോകുന്നത്. അപ്പോൾ കുറേയൊക്കെ മണ്ടായി വീണായിരുന്നേ, കുറേ പേർക്ക് അപകടം പറ്റിയിരുന്നു. ബാക്കി എപ്പം വേണേലും വേണം, പറയാൻ പറ്റില്ല. ആരെങ്കിലും നിൽക്കപ്പെടാണേലും ആരെങ്കിലും നിൽക്കുകയാണെങ്കിലും അതിൽ അപകടമാണ്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 16-ന് കെട്ടിടം പൊളിക്കാനുള്ള അപേക്ഷ സ്കൂളിൽ നിന്നും ജില്ലാ പഞ്ചായത്തിന് നൽകി. ഈ വർഷം ഫെബ്രുവരി 1-ന് അനുമതി കിട്ടി. വാലുവേഷനും പൂർത്തിയായിരുന്നു. അല്ല, കുട്ടികളോട് അങ്ങനെ പ്രത്യേക നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്, അങ്ങോട്ട് പോകരുതെന്ന്. കുട്ടികൾ പുറത്തിറങ്ങുന്ന സമയത്ത് അധ്യാപകർ ഡിസിപ്ലിൻ ഡ്യൂട്ടി ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്നലെ രാവിലെ പോലും അസംബ്ലിയിൽ മഴയൊക്കെ ആയതുകൊണ്ട് നമ്മൾ പ്രത്യേക നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. ദൈവാധീനം. കെട്ടിട ഭാഗങ്ങൾ പൊളിഞ്ഞു വീണതോടെ അവശേഷിക്കുന്ന ഭാഗം പൊളിക്കാനുള്ള നടപടി ദിവസങ്ങൾക്കുള്ളിൽ ഉണ്ടാകുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ വിശദീകരിക്കുന്നത്. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.